ബജറ്റുമായി വീണ്ടും നിർമ്മലാ സീതാരാമൻ വരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ വിശദമായി അറിയാം. ഇന്ത്യയുടെ സാമ്പത്തിക ചക്രം തിരിക്കുന്ന മുഖമാണ് നിർമ്മലാ സീതാരാമൻ. 2019 മുതൽ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി. ഇന്ത്യയുടെ ആദ്യ വനിതാ പൂർണ്ണകാല ധനമന്ത്രി എന്ന ചരിത്ര നേട്ടത്തിനുടമയും മറ്റാരുമല്ല. തമിഴ്നാട്ടിൽ ജനിച്ച നിർമ്മല ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും എംഫിലും നേടി. 2017 ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധ മന്ത്രാലയം നിയന്ത്രിച്ച ആദ്യ വനിത. ധനമന്ത്രിയായ ശേഷം അവതരിപ്പിച്ച ബജറ്റുകളിൽ സാമ്പത്തിക അച്ചടക്കം, ഡിജിറ്റൽ ഇക്കണോമി, അടിസ്ഥാന സൗകര്യ മേഖലയിൽ നിക്ഷേപം എന്നിവയ്ക്ക് ഊന്നൽ നൽകി. അതേസമയം വിലക്കയറ്റം, ഇന്ധന നികുതി, മധ്യവർഗത്തിന് ദുർബല ആശ്വാസം എന്നീ വിമർശനങ്ങൾ നിർമ്മലാ സീതാരാമൻ നേരിട്ടു. ബിജെപിക്ക് നിർമ്മലാ സീതാരാമൻ വിശ്വാസ്യതയുള്ള സാമ്പത്തിക മുഖമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക നയം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും ശക്തമായ സ്ത്രീ ശബ്ദം. വാക്കുകളിൽ കഠിനത, നയങ്ങളിൽ കാർക്കശ്യം. ഇതാണ് നിർമ്മലാ സീതാരാമന്റെ സ്റ്റൈൽ. നിർമ്മലാ സീതാരാമനെതിരെ വിമർശനവും ശക്തമാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാനായില്ല, ഇന്ധന നികുതിയിൽ ഇളവ് നൽകിയില്ല എന്നൊക്കെയാണ് വിമർശനങ്ങൾ. ഇത് അക്കങ്ങളുടെ ധനമന്ത്രി, ജനജീവിതത്തിന്റെ മന്ത്രിയല്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഇതിന് ബിജെപിയുടെ മറുപടി ഇന്ത്യയുടെ വിശ്വാസ്യതയുള്ള ധനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ്. 2019 രാജ്യത്തെ സമ്പദ്ഘടനയെ അവ്യവസ്ഥയുടെ വക്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് ഈ ഒരൊറ്റ ധനമന്ത്രി എന്നാണ് ബിജെപി പറയുന്നത്. വാരിക്കോരി സൗജന്യമില്ല, വോട്ടിനായി ഖജനാവ് തുറന്നുകൊടുക്കുന്ന നയവുമല്ല. അച്ചടക്കം, ധൈര്യം, ദീർഘവീക്ഷണം. ഇതാണ് നിർമ്മലാ സീതാരാമന്റെ നയമെന്ന് ബിജെപി വാദിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ, ഹൈവേ, റെയിൽ, ഡിഫൻസ്, ഡിജിറ്റൽ ഇക്കണോമി ബജറ്റുകളിൽ നിക്ഷേപം വർദ്ധിച്ചത് എന്നിവ ഇന്നത്തെ വേദന നാളെയുടെ കരുത്ത് എന്ന തത്വത്തിന്റെ ഭാഗമാണെന്നാണ് ബിജെപി പറയുന്നത്. വിലക്കയറ്റം, നികുതി, ബജറ്റ് വിമർശനം വന്നാൽ സ്ത്രീ ആയതുകൊണ്ട് ഇളവ് ചോദിച്ചിട്ടില്ല, കണക്കുകളോടെയാണ് മറുപടി കൊടുത്തത്. ബിജെപി ഇത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. നിർമ്മലാ സീതാരാമൻ വനിതാ പ്രതിനിധി മാത്രമല്ല, വനിതാ അധികാരത്തിന്റെ തെളിവാണ്. പക്ഷെ ചോദ്യം അവിടെയും നിലനിൽക്കും. ഈ ചരിത്രം സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നുണ്ടോ? പ്രതിരോധം മുതൽ ധനം വരെ പ്രധാന മന്ത്രാലയങ്ങൾ ഏൽപ്പിച്ചത് മോദി, ഷാ നേതൃത്വത്തിന് നിർമ്മലാ സീതാരാമനിലുള്ള പൂർണ്ണ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം. ഇൻഫ്രാസ്ട്രക്ചർ ചെലവ് വർഷം തോറും കൂടി. ഹൈവേ, റെയിൽ, ഡിഫൻസ്, ക്യാമ്പെക്സ് ദീർഘകാല വളർച്ചയ്ക്ക് അടിത്തറയിട്ടുവെന്നാണ് അവകാശം. നികുതി പരിഷ്കാരങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റ്, GST സ്ഥിരത, കണക്കുകളിൽ ഇന്ത്യ മുന്നോട്ട് പോയി എന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയത്തിൽ പലർക്കും വാക്കുകൾ ആയുധമാണ്. നിർമ്മലാ സീതാരാമന് വാക്കുകളല്ല ആയുധം, പകരം അക്കങ്ങളാണ്. നിർമ്മലാ സീതാരാമൻ ആൾക്കൂട്ടത്തെ ഇളക്കി മറിക്കുന്ന പ്രാസംഗികയല്ല. കയ്യടികൾ നേടുന്ന വാചക കസർത്തുമില്ല. സഭയിലായാലും ബജറ്റ് അവതരണത്തിലായാലും നിർമ്മല സംസാരിക്കുന്നത് രാഷ്ട്രീയക്കാരനെ പോലെയല്ല, അക്കൗണ്ടന്റിനെ പോലെയാണ്. സഭയിൽ പ്രതിപക്ഷം വിലക്കയറ്റത്തെക്കുറിച്ച് ചോദിച്ചാൽ മറുപടി പറയുന്നത് ഒരു വാചകത്തിലല്ല, ഒരു ഡേറ്റാ ഷീറ്റിലാകും. നിങ്ങൾ ഭരിച്ചപ്പോൾ എന്തായിരുന്നു എന്നതാണ് പ്രതിപക്ഷത്തോടുള്ള മറുചോദ്യം. കോവിഡ് പാക്കേജിനെ ചോദ്യം ചെയ്താൽ തിരിച്ചു ചോദിക്കും, ആഗോള മാന്ദ്യത്തിൽ ഇന്ത്യ മാത്രമല്ല തകർന്നത്, പക്ഷേ ഇന്ത്യ മാത്രം വീണില്ല എന്ന്. പ്രതിപക്ഷം പറയുന്നു ഇത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകാനുള്ള കണക്കുകളുടെ മറയാണ്. ബിജെപി പറയുന്നു വാചകമല്ല, വസ്തുതയിലൂടെ ആക്രമിക്കുന്ന ധനമന്ത്രി. നിർമ്മലയുടെ ഭാഷയിലെ വ്യക്തത രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ നിന്നല്ല, ഇക്കണോമിക്സ് നിഘണ്ടുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് വിമർശകർ പറയുന്നത് നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് ജനങ്ങളുടെ ഭാഷയല്ല, ഫയലുകളുടെ ഭാഷയാണെന്ന്. നിർമ്മലാ സീതാരാമന്റെ രാഷ്ട്രീയ ശക്തി പ്രസംഗത്തിൽ നിന്നല്ല, പുസ്തകത്തിൽ നിന്നാണ്. അതാണ് ഇന്ത്യൻ ധനമന്ത്രിയുടെ രാഷ്ട്രീയ ശൈലി രൂപപ്പെടുത്തിയത്. ബജറ്റിൽ കവിതയില്ല, വാഗ്ദാനത്തിൽ വികാരമില്ല, എല്ലാം പാഠപുസ്തകത്തിലെ ലോജിക്ക്. പ്രതിപക്ഷം ചോദിക്കുന്നു, ഇത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും ജനജീവിതം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന്. ലോകം അനിശ്ചിതത്വത്തിൽ, വിലക്കയറ്റം നിയന്ത്രണത്തിലല്ല. നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് വർഷത്തിന്റെ സമ്മർദ്ദം വേറെയുമുണ്ട്. ഇവിടെ ചോദ്യം ഒന്ന്, നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റിൽ വാരിക്കോരി ഇളവുകൾ നൽകുമോ? അതല്ല തന്റെ സ്ഥിരം ലൈൻ തുടരുമോ? മധ്യവർഗം കാത്തിരിക്കുന്നു. ആദായ നികുതിയിൽ ഇളവുണ്ടാകുമോ? ശമ്പളക്കാരന്റെ പോക്കറ്റിൽ ആശ്വാസമെത്തുമോ? കർഷകർ നോക്കുന്നു MSP, സബ്സിഡി, ഗ്രാമീണ പാക്കേജ്. ബജറ്റ് നിർമ്മലാ സീതാരാമന്റെ കണക്കുകളുടെ പരീക്ഷ മാത്രമല്ല, രാഷ്ട്രീയ ബാലൻസ് പരീക്ഷ കൂടിയാണ്.